ക്രിസ്ത്യാനികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, ഒരു രഹസ്യമുണ്ട്. യേശുവിനെ കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവരിൽ സന്തോഷം നിറയുള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ ഈ ദുഷ്ടതകളോ പറഞ്ഞിട്ട് ഒരാളിലും സന്തോഷം നിറയില്ല. അതുകൊണ്ട് നിങ്ങളുടെ സംസാരങ്ങൾ, നമ്മൾ പരസ്പരം ആരെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ കുറിച്ച് സംസാരിച്ചു നോക്കി, എന്തോരം സന്തോഷം നിറയുന്നു. ഈ രഹസ്യം നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്, നമ്മൾ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. പരിശുദ്ധമായ എലിസബത്തിൻ്റെ അടുത്ത് പോയി എലിസബത്തിനെ അഭിവാദനം ചെയ്തു. എന്താ ഉണ്ടായി? 3 കാര്യങ്ങളുണ്ടായി. ശിശു ഉദരത്തിൽ കുതിച്ചു ചാടി. 2, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. 3, അവൾ ഉദ്ഘോഷിച്ചു. 3 കാര്യങ്ങൾ. നമ്മൾ യേശുവിനെ കൊടുക്കുമ്പോൾ അവിടെ കൂടെയുള്ള വ്യക്തികളും യേശുവിൽ നിറയുന്നു. ആ വ്യക്തി പരിശുദ്ധാത്മാവ് നിറയുന്നു. ആ വ്യക്തി നന്മകൾ സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ ദുഷ്ടതകൾ പറയുമ്പോൾ എന്താ ആ ഒരു വ്യക്തിയിലുണ്ടാകുക? ആ വ്യക്തി ദുഷ്ടാത്മാവിൽ നിറയുന്നു. ആ വ്യക്തി മറ്റുള്ളവരെ അരികിലെ ഈ ദുഷ്ടത പങ്കുവെക്കുന്നു. ഇങ്ങനെയാ കടന്നു പോകുക. നമ്മൾക്ക് യേശുവിനെ കുറിച്ച് സംസാരിക്കാം. യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുക. ഞാൻ എന്നെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാകില്ല. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ദൈവത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് നിങ്ങളിലും ഒരു ആത്മാവ് നിറയുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ ഈ നോമ്പിൽ ദൈവത്തെക്കുറിച്ചാകട്ടെ, ദൈവത്തിൻ്റെ കാര്യങ്ങളാകട്ടെ, ദൈവത്തിനെ കുറിച്ച്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചാകട്ടെ. മദർ തെരേസ പറയുന്നു, സന്തോഷം എന്നത് സ്നേഹത്തിൻ്റെ വലയാണ്. അതിലൂടെയാണ് ആത്മാക്കളെ നേടാൻ പറ്റുന്നത്. പ്രാർത്ഥിക്കാം.